ഹായ് ഗൈസ്, ഞാൻ നൂറാഷൻ. നമ്മളുണ്ടല്ലോ നോമ്പിൻ്റെ തലേ ദിവസം ഇടയത്താഴത്തിനായിട്ട് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് കേട്ടോ ഇത്. ഞാൻ അപ്പം റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനായിട്ട് 3 ഗ്ലാസ് അരി വെള്ളത്തിലിടുന്നുണ്ട് കേട്ടോ. 2 ദിവസത്തേക്കായിട്ടുള്ള അരിയാണ് വെള്ളത്തിലിടുന്നത്. അപ്പോൾ ഇതൊക്കെ രാത്രി അരച്ച് നമ്മൾ 2 പാത്രത്തിലായിട്ട് നീക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയും അതുപോലെ തന്നെ ഈസ്റ്റൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ 2 പാത്രത്തിലായിട്ടാണ് അരച്ച് മാറ്റി വയ്ക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ ചിക്കൻ കറിയും കൂടി റെഡിയാക്കി വയ്ക്കുന്നുണ്ട് രാവിലത്തേക്കുള്ളത്. പിറ്റേ ദിവസം നമ്മൾ ഇടയത്താഴം കുടിക്കാൻ എണീറ്റപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ. ആകെ പതഞ്ഞ് പൊങ്ങി പോയിട്ടുണ്ടായിരുന്നു നമ്മളുടെ മാവ്. ഒരു പാത്രത്തിലെ കുഴപ്പമില്ല, നിറഞ്ഞ് നിൽക്കുന്നേ ഉള്ളൂ, പതഞ്ഞ് ചാടി പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. 4:30 ആയപ്പോൾ എഴുന്നേറ്റിട്ട് അപ്പം ചുടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരും തന്നെ എണീറ്റിട്ടില്ല. മക്കളെ ഇനി വിളിച്ചെണീപ്പിക്കണം. ഈ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് വേണം കേട്ടോ മക്കളെ വിളിച്ചെണീപ്പിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അപ്പം ചുടുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചായ കൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. ചായ കൂടി വെച്ചതിന് ശേഷം അത് ഊറ്റിയതിന് ശേഷമാണ് കേട്ടോ മക്കളെ വിളിക്കുന്നത്. അപ്പോഴും 4:30 ആയിട്ടുള്ളൂ. ചായ ഊറ്റുന്ന സമയം ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ചായയൊക്കെ ഊറ്റിയതിന് ശേഷം ആണ് കേട്ടോ മക്കളെ വിളിച്ചെണീപ്പിക്കണത്. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞ് ചായയൊക്കെ ഊറ്റി എല്ലാം ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കഴിച്ചു. അതിനുശേഷം ഞാൻ പോയി ഒന്ന് നിസ്കരിച്ചിട്ടൊക്കെ ഓതിയിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ കിടക്കണത്. എന്നിട്ട് രാവിലെ ഇച്ചിരി താമസിച്ചാണ് എണീക്കണത്. അതിനുശേഷം തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടയത്താഴത്തിന് എഴുന്നേറ്റപ്പോഴേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വിരിച്ചിടുവാണ് കേട്ടോ. രാവിലെ തന്നെ തുണിയൊക്കെ കഴുകിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറച്ച് പണി അങ്ങ് കഴിഞ്ഞ് കിട്ടുമല്ലോ. അതുകൊണ്ട് രാവിലെ തന്നെ തുണി വിരിച്ചിടാനാണ് കേട്ടോ പോയത്, എഴുന്നേറ്റ ഉടനെ തന്നെ. ഇന്ന് ആർക്കും ക്ലാസ്സില്ല, സൺഡേ ആയതുകൊണ്ട് തന്നെ ആർക്കും ക്ലാസ്സില്ല കേട്ടോ. അങ്ങനെ തുണി വിരിച്ചിട്ട് കയറി വന്നപ്പോൾ എനിക്ക് 3 പേരയ്ക്ക കിട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് വൈകുന്നേരം നോമ്പിന് നമുക്ക് ജ്യൂസ് അടിക്കാം. അതിനുശേഷം ഞാൻ പോയത് സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ചു വാരിയിടാനായിട്ടോ പോയത്. അതിനുശേഷം സിറ്റ് ഔട്ട് അടിച്ചതിന് ശേഷം നേരെ വന്ന് റൂമൊക്കെ അടിച്ചു വാരിയിട്ടു. അപ്പോൾ അടിച്ചു വാരുന്ന പണിയും തുടയ്ക്കുന്ന പണിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ കിടക്കുമായിരുന്നു കേട്ടോ. നോമ്പായതുകൊണ്ട് തന്നെ അവരെണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെണീറ്റതിന് ശേഷമാണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടണത്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടതിന് ശേഷം ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യണത്. നോമ്പ് പറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് എല്ലാം വൃത്തിയാക്കിയിട്ടതിന് ശേഷം കുളിച്ച് നിസ്കരിക്കാനായിട്ട് അങ്ങനെ പോയിട്ടോ. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. നെയ്യിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു, നോമ്പിലേക്ക് ആവശ്യത്തിന് കൊടുക്കാനുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കുപ്പുകളിലേക്ക് ആക്കിയിട്ട് റെഡിയാക്കിയിട്ട് ഞാനത് മാറ്റി വെച്ചു. ആദ്യം തന്നെ അതായിരുന്നു കേട്ടോ ചെയ്തത്. ഒരു 6 കുപ്പിയോളം എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. 650 ml 6 കുപ്പിയോളം ഓർഡർ ഉണ്ടായിരുന്നു. അതങ്ങനെ മാറ്റി വെച്ചു. അതിനുശേഷം ഞാൻ കസ്കസൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടു കേട്ടോ. നാരങ്ങ വെള്ളത്തിന് ജ്യൂസിലൊക്കെ ഞാൻ നോമ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്കസ് ഇടും കേട്ടോ. അത് നല്ലതാണല്ലോ. അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി എല്ലാ കാര്യങ്ങളും ഒന്ന് റെഡിയാക്കി വെക്കാനായിട്ട് നേരെ കിച്ചണിലേക്ക് പോയിട്ടോ. ആദ്യം തന്നെ നമ്മുടെ മെയിൻ പരിപാടിയായിട്ടുള്ള പത്തിരി ഉണ്ടാക്കാനായിട്ട് പോണത്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ വെള്ളം അടുപ്പത്ത് വെച്ചു. അത് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. എന്നാലാണ് നമ്മളുടെ പത്തിരിയുടെ മാവ് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടോ. അതിനുശേഷം തിളച്ചതിന് ശേഷം നമ്മൾ എത്ര വെള്ളമാണോ എടുത്തത് അതനുസരിച്ചുള്ള പൊടി എടുത്തിട്ട് നമ്മൾ പൊടി വാട്ടാനായിട്ടാണ് കേട്ടോ പോണത്. പൊടിയൊക്കെ ഞാൻ വാട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടോ. അന്ന് മൂടി വെച്ചതിന് ശേഷം ഞാൻ ഗ്രൈൻഡറിലിട്ടാണ് കുഴച്ചെടുക്കുന്നത്. കാരണം ഞാൻ കയ്യിൽ കുഴയ്ക്കാറില്ല കേട്ടോ, ഗ്രൈൻഡറിലാണ് കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ലതുപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ പൊടിയൊക്കെ ചാടിയിട്ടുണ്ടായിരുന്നു. അത് ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് കൊടുത്തു. എന്നാൽ നമുക്ക് പണി കുറഞ്ഞ് കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വൃത്തികേടാവുന്നത് ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാണ്ടോ ചെയ്യണത്. ഇവിടെ മാവ് നല്ലതുപോലെ ഗ്രൈൻഡറിൽ കുഴയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കൊണ്ടിട്ടിട്ട് നമുക്ക് പത്തിരി റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ പത്തിരി റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമ്മുടെ വലിയ പണി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ പത്തിരിയൊക്കെ റെഡിയാക്കാനാണ് പോണത്. അതിൻ്റെ കൂടെ മോള് ജ്യൂസിനുള്ള ഓറഞ്ച് നമുക്ക് കട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഞാനങ്ങനെ പത്തിരി ചുട്ടിടുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം എടുക്കും കേട്ടോ നമുക്ക് പത്തിരി റെഡിയാക്കി എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ പത്തിരിയാണ് റെഡിയാക്കുന്നത് കേട്ടോ. എല്ലാ നോമ്പിലും അങ്ങനെ തന്നെയാണ് ചെയ്യണത്. ആദ്യം ഇതുപോലെ പത്തിരി റെഡിയാക്കുന്ന ദിവസം നമ്മൾ പത്തിരി തന്നെയാണ് കേട്ടോ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കി മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പണികൾ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ചെയ്ത് തീർത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ പത്തിരി ഫുള്ളായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. മോളും ഇടയ്ക്ക് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ പണിയൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ഞാൻ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രസ്സൊന്ന് മാറി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അത് അടുത്ത വീട്ടിലെ ചേച്ചി വന്ന് എടുത്തിട്ട് പോവാണ് കേട്ടോ ചെയ്യണത്. ആ ചേച്ചിക്ക് ഒന്ന് വെള്ളം പിടിച്ചു കൊടുത്തപ്പോൾ എൻ്റെ മേത്തേക്ക് ഒന്ന് ചെറുതായിട്ട് തട്ടി വീണു. അപ്പോൾ ഞാൻ ഡ്രസ്സൊന്ന് മാറിയിട്ട് വന്നു കേട്ടോ. മേല് കഴുകി ഡ്രസ്സൊന്നും കൂടി മാറിയിട്ട് വന്നു. കാരണം മേത്ത് കഞ്ഞിവെള്ളം ചാടിയതുകൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സ് മാറി ഇട്ടാണ് കേട്ടോ വന്ന് ബാക്കിയുള്ള പത്തിരി ചുട്ടെടുത്തത്. അങ്ങനെ പത്തിരിയുടെ പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. മോളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് പത്തിരി ഉണ്ടാക്കി ബാക്കിയുള്ളത് ഞാൻ ഇടിയപ്പം ആക്കി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പത്തിരി മോളൊന്നും പത്തിരി കഴിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇടിയപ്പം കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. നോമ്പായതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ നോമ്പായതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവരുടെ ഇഷ്ടത്തിനും കൂടി റെഡിയാക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടിയപ്പം കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇടിയപ്പത്തട്ടിലേക്ക് നമ്മൾ ബാക്കിയുള്ള മാവ് ഇങ്ങനെ കറക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ സ്റ്റൗവിൽ കുറച്ച് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തിളച്ച് വന്നിട്ടുണ്ട്. അത് ആറിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ കാഷ്യൂനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കുതിർക്കാൻ എളുപ്പത്തിന് കൃഷി ചെയ്ത് വെച്ചതാണ്. കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഈത്തപ്പഴം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വൈകുന്നേരം ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടോ. അതിൻ്റെ കൂടെ ഞാൻ നാരങ്ങ വെള്ളം കൂടി റെഡിയാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 മണി 5:30 ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് നാരങ്ങ വെള്ളം റെഡിയാക്കുന്നത്. അങ്ങനെ നാരങ്ങ വെള്ളം കൂടി റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ 2-3 സൈസ് ജ്യൂസ് ആവശ്യമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മക്കളാകെ മര്യാദയ്ക്ക് കുടിക്കുന്നത് ഈ ജ്യൂസുകളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നാരങ്ങ വെള്ളം റെഡിയാക്കി അങ്ങനെ അതിലേക്ക് കുറച്ച് കസ്കസ് കൂടി ഇട്ടിട്ട് അതങ്ങനെ മാറ്റി വെച്ച് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമുക്ക് കിട്ടിയ പേരയ്ക്കാണ് കേട്ടോ ജ്യൂസ് അടിക്കുന്നത്. പേരയ്ക്ക നല്ല അടിപൊളി ജ്യൂസായിരിക്കും കേട്ടോ. ഞാൻ എപ്പോഴും പേരയ്ക്ക പഴുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ജ്യൂസ് അടിക്കാറുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പേരയ്ക്ക ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പേരയ്ക്ക കൂടി ജ്യൂസ് അടിച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. പേരയ്ക്ക അരിച്ച് കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ലൂസാക്കിയിട്ട് വേണം, വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്കസ് എല്ലാത്തിലും ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ വയറിന് നല്ലതായതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് മുസ്തമ്പി കൂടി ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കുക. അതുകൂടി ജ്യൂസ് അടിച്ച് നമുക്ക് എല്ലാ ജ്യൂസുകളും ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഒന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ മുസ്തമ്പി കൂടി ജ്യൂസ് അടിച്ചതിന് ശേഷം അതുകൂടി ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ സമൂസ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ റെഡിയാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച സമൂസയാണ് റെഡിയാക്കി എടുക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇതുപോലെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പിൽ നല്ല ഈസി ആയിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ നോമ്പിലേക്കുള്ള മുഴുവൻ കട്ട്ലറ്റും സമൂസയും കഴിഞ്ഞ ദിവസങ്ങളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സമൂസ കൂടി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. റെഡിയാക്കുന്ന സമയം ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സമൂസയുടെ ഒപ്പം തന്നെ ഞാൻ ചായ കൂടി റെഡിയാക്കുന്നുണ്ട്. കാരണം എനിക്ക് മാത്രം മതി കേട്ടോ ചായ. അതുകൊണ്ട് ഞാൻ ഒരു 2 ഗ്ലാസോളം ചായ മാത്രമേ റെഡിയാക്കുന്നുള്ളൂ. ഇക്ക ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇക്കാക്ക് റെഡിയാക്കുന്നില്ല കേട്ടോ. ഞാനും ഇക്കായി മാത്രമേ നോമ്പ് തുറന്നു കഴിയുമ്പോൾ ചായ കുടിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു 1.5-2 ഗ്ലാസിൻ്റെ അടുത്ത് മാത്രമേ ചായ റെഡിയാക്കൂ. അങ്ങനെ ചായ കൂടി റെഡിയാക്കി വന്നപ്പോഴേക്കും ബാങ്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം ടേബിളിൻ്റെ പുറത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോമ്പ് പറന്ന് ഒരു 8-8:30 ആയി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഷേക്ക് റെഡിയാക്കാനായിട്ട് പോയത്. അങ്ങനെ ഷേക്കൊക്കെ റെഡിയാക്കി ഐസ്ക്രീമൊക്കെ ഇട്ട് അടിച്ച് ഷേക്കൊക്കെ റെഡിയാക്കി എല്ലാവരും കഴിച്ചു. ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഒരു 10-10:30 ആയപ്പോഴാണ് കേട്ടോ നമ്മൾ പത്തിരിയും ചിക്കൻ കറിയൊക്കെ കഴിക്കാനായിട്ട് പോയത്. ആ ഒരു സമയമാകുമ്പോഴത്തേക്കുമാണ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ചിക്കൻ കറി അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പത്തിരിയും ഇടിയപ്പവും ചിക്കൻ കറിയൊക്കെ ടേബിളിലേക്ക് മാറ്റിയിട്ട് ഞങ്ങൾ അങ്ങനെ കഴിച്ചു കേട്ടോ.